തത്തച്ചി കിഴക്ക് നിന്നാണല്ലോ അവൻ്റെ വരവ്. അവൻ ഭീകരനാണ്, വിഷപ്പാമ്പാണ്, കാട്ടുപെണ്ണാണ് അവൻ്റെ ലക്ഷ്യം. ആരാണ് ഒറ്റുകാരൻ? അവൻ ആരായാലും രക്തം കാട്ടുകാളിക്കുള്ളതാണ്. മോനെ ദൃഷ്ടി തെറ്റിയാൽ ചന്തി ഉറക്കില്ല. പോറ്റാൻ മാത്രം പഠിച്ചാൽ പോരാ, കാക്കാനും പഠിക്കണം. ഓടാൻ്റെ മുമ്പിൽ നിന്ന് ഉറുമ്പിൻ്റെ വഴി നോക്കി ലക്ഷ്യം പഠിക്കണം. അതാണ് കാട്ടുശാസ്ത്രം. ഹോ എൻ്റെ മുമ്പിൽ നിന്ന്. തത്തച്ചി സുന്ദരി പെണ്ണ്, എന്താടി നിനക്കൊരു ഇഷ്ടക്കേട്? നിനക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണോ നീ? എപ്പോഴും ഓർമ്മ വേണം. നമ്മൾ അങ്ങനെ പോവാൻ വന്നതല്ലല്ലോ സുന്ദരി പെണ്ണെ. നിന്നെയും കൊണ്ടേ ഞങ്ങൾ പോവും. അയ്യടാ, നമുക്ക് കാണാം. തത്തച്ചി വന്ന് നീ കൊണ്ടുപോ. അരിപ്പന്തൂറി അമ്മട്ടപ്പെട്ട വേണ്ട, അവൾ ഓടുന്നത് ആ ഉടുപ്പൻ ചോലന്റെ കുടിലേക്കാ. കവറിട്ട് പിടിക്കാം. അയാൾ കാട് കയറിയില്ലേ? ചത്തിയോ? നമ്മൾ അയാളെ ചത്തിയായിരുന്നു. തത്തച്ച് നമുക്ക് വിളിച്ചു. വയലൻ വേടൻ അവളെ രാജകുമാരനെ കൊണ്ട് കെട്ടിക്കാനിരിക്കുവോ? പീറകളായ നമുക്ക് കിട്ടുമോ? രാജകുമാരൻ എവിടുത്തെ രാജകുമാരനാ? കാട്ടിലെവിടാണ് രാജകുമാരൻ? ആ തൈക്കൂട്ട് വനത്തിലെ ചിന്നന്റെ മകൻ മന്നനെ ആലോചിച്ചു വെച്ചിരിക്കുന്നത്. അവനാണോ രാജകുമാരൻ? അവനെ കൊണ്ട് ഉശിരിലാണ് നമുക്ക്. എല്ലാ തത്തച്ചി കാട്ടുകാളി പൂച്ച ഉടനെ വരുന്നുണ്ട്. നില വന്നൊഴിയണം. അത് നല്ല ആഘോഷമായിരിക്കും. അന്ന് പലാമ്പഴം കിട്ടുമോ? ആ, പലാമ്പഴം ഉണ്ട്, കുട്ടിച്ചുട്ടയുണ്ട്, അപ്പുണ്ട്, ഉരുളിപ്പായസമുണ്ട്. തത്തച്ചി അന്ന് പാടുമോ? പാട്ടും നൃത്തവും കൊട്ടും മേളം ഒക്കെ ഉണ്ട്. അത് കാവിൽ പോണം നമുക്ക്. നാഗപൂജ ചെയ്തില്ലെങ്കിൽ ഓർക്കുമ്പോ പേടിയാവുക. എന്തിനാ തത്തച്ചി പേടിക്കുന്നത്? അമ്മ, എന്റെ അമ്മ എനിക്കെല്ലാമായിരുന്നു. തത്തച്ചിയുടെ അമ്മയെ പാമ്പ് കടിച്ചോ? ആലോചന നമ്മളമ്മ കൊണ്ടുപോയതാ ലോകത്തേക്ക്. നാഗലോകം? നാഗലോകം 4 ലോകങ്ങളുണ്ട്. ഓ, ഭയങ്കര അറിവാ തത്തച്ചിക്ക്. എല്ലാം ഞാൻ പഠിക്കും. ഇടയ്ക്ക് ചെറുമൂപ്പിനെയും കാണാൻ പോകും. എല്ലാം പറഞ്ഞുതരും. എന്നെ വലിയ ഇഷ്ടമാണ്. എൻ്റെ അച്ഛനെക്കാട്ടി ഭയങ്കര ഇഷ്ടമാണ്. No toma,
മന്ത്രി സാർ അമ്മട്ടപ്പെട്ടനോടെ ഓൻ തേനെടുക്കാൻ പോയി. നമുക്ക് അവിടെ ഇട്ടിരിക്കാം. സാറേ, ഞങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, അവളെ ഞങ്ങൾക്ക് കെട്ടിപ്പൊടുപ്പിക്കണം. കാലങ്ങളായിട്ടുള്ള പൂതിയാണ് സാറേ, പക്ഷേ അവളുടെ അപ്പനാണ് തടസ്സം. സാറേ, അയാൾക്ക് അവളെ രാജകുമാരനെ കൊണ്ട് കെട്ടിക്കാനാണ് ആഗ്രഹം. കാട്ടിലെ തേനും തടി മുറിച്ചല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്. സാർ, ഈ കൈ കണ്ടോ? കൈ മതി ഞങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ കാടിന് നോക്കുക. തത്തച്ചിയും നിങ്ങളുടെ കൂട്ടത്തിൽ വിട്ടവളാണ്. ഇതറിഞ്ഞ പിന്നെ എനിക്ക് ഈ കാട്ടിൽ ഇരിക്കുവാൻ പറ്റില്ല. നിങ്ങൾ ജീവനോടെ ഇരിക്കില്ല. അതൊന്നും പേടിക്കേണ്ട സാറേ, ആ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അല്ല സാറേ, ഇവളെയൊക്കെ നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് സംസ്കാരം പഠിപ്പിക്കാനാ സാർ? എന്ത് ഉലത്താനാ? അതൊന്നും ഇപ്പം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെയൊക്കെ ജീവനെ വലിയ വില ഞങ്ങൾ കൽപ്പിക്കില്ല. നാട്ടിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ചോ വിദ്യാഭ്യാസ ദുഃഖത്തെക്കുറിച്ചോ ഞങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾക്കെല്ലാം ഈ കാടാണ്. നിങ്ങളുടെ കൂട്ടത്തിലെ പെൺകുട്ടി തത്തച്ചി, അവൾക്കിതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അല്പം കുറുമ്പിടം ഒഴിച്ചാൽ അവൾ നിൽക്കുക. അവൾ എന്നോടൊപ്പം നാട്ടിൽ വന്ന് തിരിച്ചു വന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതം ഇങ്ങനൊന്നായിരിക്കില്ല. അത്രയും സുന്ദരമായ ജീവിതമാണ് ഞാൻ നിങ്ങൾക്ക് വെക്കാൻ ചെയ്യുന്നത്. അതിനായിട്ട് വേണ്ടിയാണ് സർക്കാർ എന്നെ ഇങ്ങോട്ട് അയച്ചത്. കളക്ടറിൻ്റെ ഓർഡറുമായിട്ടാണ് ഞാൻ വന്നത്. ഓ, അപ്പോൾ പിന്നെ സാർ അവളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം വല്ലതും നടക്കുമോ? നടക്കും, തീർച്ചയായും നടക്കും. ആദ്യം അവൾ നാട്ടിൽ വന്ന് കാര്യങ്ങളൊന്നും പഠിക്കും. കാര്യങ്ങളൊക്കെ സാർ പഠിപ്പിച്ചു, പക്ഷേ ചതിച്ചാൽ സാറിൻ്റെ തല കണക്കില്ല. അപ്പം ഞാനങ്ങോട്ട് പോട്ടെ സാറേ. ചെകുവനെ ഞാൻ കൊന്നു. കാട് കയറിയവന് ശിക്ഷ ഞാൻ ഇന്ന് ഇവിടെ വിധിക്കും. ഈ കാട്ടുശാസ്ത്രം ഞാൻ പഠിപ്പിക്കും. തത്തച്ചി, മോളെ തത്തച്ചി, തത്തച്ചി, എനിക്ക് അച്ഛനെ കാണണ്ട. മോളെ, ചെകുവന്നപ്പനെ കൊന്നതിൽ മോൾ തെറ്റിയിരിക്കുകയാണ്. അവൻ ഈ കാട് നശിപ്പിക്കും. കാടിന്റെ ശാസ്ത്രം അറിയുന്ന ഒരാളാണ് ചെകുമൂപ്പൻ. അച്ഛനൊന്നും പറയണ്ട. മോളെ, മോളെ, ആദ്യം ഒരാൾ കാട് കയറിയിട്ടുണ്ട്. നീ സൂക്ഷിക്കണം.
കമ്മട്ടപ്പൊട്ടൻ. ചന്ദ്രു സാർ പരപ്പത്തൂരി എല്ലാം പറഞ്ഞായിരുന്നു. അവള് ഞങ്ങളുടെ വേണ്ട സാറേ, ഞങ്ങളുടെ വേണ്ട സാറേ. മണ്ണിക്കൊന്തി മണ്ണിക്കൊന്തി സുന്ദരി പെണ്ണെ അഴകുള്ള പെണ്ണെ, മണ്ണിക്കൊന്തി മണ്ണിക്കൊന്തി സുന്ദരി പെണ്ണെ അഴകുള്ള പെണ്ണെ, ഇങ്ങോട്ട് വന്ന് ഓ ഇങ്ങോട്ട് വന്ന് കളിക്കാൻ പോ. മണ്ണയിൽ കൈയിട്ട് വാരാം, മാനത്ത് നോക്കി ചിരിക്കാം, വെള്ളത്തിൽ കളിക്കടിക്കാം. അത് കുട്ടിയും വരണം, നമുക്ക് ഒന്നിച്ച് പോകാം, ഒന്നിച്ച് പാടാം. മാറി നിൽക്കാം. തത്തച്ചി, മണ്ണിക്കോന്തി, ചന്ദ്രൂട്ട. ആരാ? ഒരു മനുഷ്യൻ. കണ്ടിട്ടൊരു ഭീകരനെ പോലെ ഉണ്ടല്ലോ. ഭീകരനോ? നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് വരുന്നവരെല്ലാം ഭീകരരാ. ഞങ്ങൾക്ക് അവരെ പേടിയാ. ഞങ്ങൾ കാട്ടുമക്കളാ, കാടിന്റെ മക്കൾ. അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലോ. ആരായാലും എന്തിനാണ് വന്നേ? നിങ്ങളെ ഒന്ന് കാണാൻ. ഞങ്ങൾ എന്തിനാ കാണണേ? അയ്യോ, പേടിപ്പിക്കല്ലേ. എന്തിനാ വന്നെന്ന് പറഞ്ഞിട്ട് പോ. അങ്ങനെ വഴിക്ക് വാ. ഞാൻ വന്നത് സത്യച്ചിയെ നാട്ടിലേക്ക് കൊണ്ടുപോകാം. കൊണ്ടുപോയി കൊല്ലുന്നേ. ശോ, ഞാൻ കൈ നോക്കി. എന്തിനാ കൊണ്ടുപോകുന്നേ? സത്യച്ചി ഈ കാട്ടിലെ രാജകുമാരിയാണ്. പക്ഷേ ഈ കാടിനപ്പുറത്തൊരു ലോകമുണ്ട്. അവിടെ ഒരുപാട് രാജകുമാരിമാർ സത്യച്ചിയെ കാത്തിരിക്കും. അവർക്കൊപ്പം പാടിയും നൃത്തം വെച്ചും ചിരിച്ചും കളിച്ചും നമുക്ക് ഉല്ലസിക്കാം. ഞാൻ വരില്ല. ഒത്തിരി കേട്ടിട്ടുണ്ട് അവരെ കുറിച്ച്. പക്ഷെ ഈ കാട് വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. വാ മക്കളെ. എങ്ങോട്ടാ സുന്ദരി പെണ്ണെ? ഓടി ഓടി അങ്ങ് ക്ഷീണിച്ചല്ലോ. വഴി മാറാ അമ്മട്ട് പൊട്ടാ. ഞങ്ങൾ വഴി മാറിയില്ലെങ്കിലോ സുന്ദരി പെണ്ണെ? നിന്നെ കൊണ്ട് ഞാൻ തൂറിപ്പിക്കണം, പരപ്പൻ തൂറി. കേട്ടോടാ അമ്മട്ടം പൊട്ടാ, സുന്ദരി പെണ്ണ് എന്നെ അങ്ങോട്ട് തൂറിക്കുമെന്ന്. പേടിക്കണ്ടടാ, നീ തൂറി കഴിയുമ്പോ അവള് നിന്റെ ചന്തി എഴുതി. മോളെ വേണ്ട, ഞാൻ നോക്കിക്കോളാം. മോൾ മക്കളെ കുളിപ്പിക്കോ. കാടിന്റെ ശാസ്ത്രം മറന്നു വേണം. കുഴപ്പം തോന്നി അതോ അവിടെ ഒറ്റതാണോ നിന്റെ ഒക്കെ ഗതികേട്? ചില്ലിക്കാശിനോടാ അവിടെ വിറ്റത്. ഒരു തെറ്റ് പറ്റുക, ഞങ്ങളൊന്നും ചെയ്യരുത്. നിനക്കൊക്കെയുള്ള ശിക്ഷ ഞാൻ തീരുമാനിക്കും. ഇപ്പൊ ഓടിക്കോ, ക്ഷീണം മാത്രം വരെ ഓടിക്കോ.
കാടിന്റെ ശാസ്ത്രം അറിയണമെങ്കിൽ ഏമാൻ ഉറുമ്പിന്റെ വഴി നോക്കി പഠിക്കണം. അവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും പഠിക്കണം. എന്നെ വിടൂ, എന്നെ വിടൂ, ഞാൻ പൊക്കോളാം. വിടാനോ? ഏമാനെ വിടാനോ? കേട്ടില്ല കാട്ടുമക്കളെ, നിന്നെ തുണ്ടം തുണ്ടമായി ആക്കും. നിന്റെ മാംസവും രക്തവും ഞാൻ കാട്ടുകാളിക്ക് ബലിയാക്കും. ചതി ഞങ്ങൾ പൊറുക്കില്ല ഏമാനെ. ഞാൻ ജീവനുള്ള കാലത്തോളം ഈ കാടിന്റെ ശാസ്ത്രം പിഴക്കില്ല. അച്ഛ അരുത്, അയാളെ അയാളുടെ നാട്ടിലേക്ക് വിട്ടേക്ക്. ഇതിലും കൂടുതൽ എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നേ? മോളെ, കാടിന്റെ ശാസ്ത്രം തെറ്റാൻ പാടില്ല. കാടിന്റെ ശാസ്ത്രം തെറ്റാൻ പാടില്ല. ഇല്ല, അയാളെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. അല്ലെങ്കിൽ തത്തച്ചി കാട്ടുകളുടെ മുമ്പിൽ തല വെല്ലിച്ചാവും, എന്റെ അമ്മ പോയതുപോലെ. മോളെ, നീ എന്തായി പറയുന്നേ? പൊയ്ക്കോ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പൊയ്ക്കോ. ഇനി ആരും നിങ്ങൾ ഉപദ്രവിക്കില്ല. ഇനിയും പൊയ്ക്കോട്ടെ. ഇനിയും വേണ്ടിയത് കാട്ടുകാളി പൂജയാണ്.